ഈ ഒരു കയറ്റം കൂടെ കയറിയാൽ ഡിംഗ്പോച്ച എത്തുമെന്നാണ് അത് അവിടെ ഇരിക്കുന്ന ആ തെണ്ടീനോട് പറഞ്ഞത്. എത്തിയില്ല ഓനെ കൊല്ലും. നോക്കടോ, ഒരു മരുഭൂമി പോലെ ഉണ്ട്. എന്തെന്നാ ഇത്? ഏതോ മരുഭൂമിയിലൊക്കെ എത്തിപ്പെട്ട പോലെ ഫുൾ കോട. അവിടെ വേറെ ഒരു മനുഷ്യനില്ല, നമ്മൾ മാത്രം. എല്ലാവരും നേരെ കയറി മുകളിലെത്തി സേഫായിക്ക്. നമുക്ക് പിന്നെ എന്ത് കഥ? ഓരോ ദിവസം ഓരോരോ കടമ്പകളാ. അത്ഭുതോ കടമ്പ. ഹലോ, ഗുഡ് മോർണിംഗ്. ഡിംഗ്പോച്ചയിലാണ്. ഞാൻ പറഞ്ഞല്ലോ 4410 മീറ്റർ ഉയരത്തിലാണ്. ജസ്റ്റ് എണീച്ചിട്ടേ ഉള്ളൂ, പല്ല് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എണീച്ച് പല്ല് വെച്ച് ഒരുങ്ങി നിൽക്കാതെ ഇറങ്ങി വന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ച കാണാൻ പറ്റും. ചുറ്റും ഹിമാലയ കേട്ടോ. തൊട്ട് മുന്നിൽ തന്നെ ഭയങ്കര വലിയ ഹിമാലയ കാണാം. സീരീസ് ഞങ്ങൾ തൊട്ട് മുന്നിലാണ് ഇത് നിൽക്കുന്നത്, ജസ്റ്റ് തൊട്ട് മുന്നിൽ. ഓ എൻ്റെ മോനെ, എന്ത് രസാ, എന്ത് രസാ കാണാൻ. വാവ്, ഓ ഓസം. അവിടെയൊക്കെ ഉണ്ടേ നോക്ക്. ഇതാണ് ഡിംഗ്പോച്ച എന്ന് പറയുന്ന ആ ഒരു വില്ലേജ്. ഓ ഓസം. ഇതാ അവിടെയൊക്കെ ഹിമാലയാസ്, കുറച്ചൊക്കെ ഇങ്ങനെ ക്ലൗഡ് മൂടിയിട്ടുണ്ട്. ഇതാണ് ആ മനോഹരമായിട്ടുള്ള വില്ലേജ്. സി ഹിയർ ആൻഡ് ഹിയർ ടു. ഓ വാവ്, വാട്ട് ഈസ് ദാറ്റ്? എന്താ ദൂരത്ത് കാണുന്നേ? ഇറ്റ്സ് ഓസം, 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 ഓസം. ഏത് രസാല്ലേ. വാവ് വാവ്. രാവിലെ തന്നെ ഒരു ടീം കയറി വരുന്നുണ്ട്. ഓ നോക്ക്, അടിപൊളി. ഹലോ. ഇപ്പോൾ ഇടത്തെനിക്ക് എപ്പോൾ പോകുന്നുണ്ടാവും, ഒരു പൊലച്ചയ്ക്ക് പോകുന്നുണ്ടാവും. അതൊക്കെയാണ് ട്രെക്കിങ്. നമ്മൾ പൊലച്ചയ്ക്ക് കടന്നുറങ്ങും, നമ്മൾ എന്നിട്ട് ഇറങ്ങും, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും കഷ്ടപ്പെട്ട് എത്തും. ഇവിടെ ഒന്നുണ്ടേനു കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ലോഡ്ജ്. ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇതിന് തൊട്ട് ഇവിടെയായിട്ടൊന്നുണ്ട്. സീ ദിസ്. ഇവിടെ നോക്കിയാ ഹിമാലയാസ്. വാവ് 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 എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ, അത്രയ്ക്ക് അടിപൊളി. ഇന്ന് രാവിലെ എണീറ്റത് മുതലായി എന്ന് പറയാലോ. ശരിക്കും മുതലായി. അത്രയ്ക്ക് ഹിമാലയാസാണ്. ഇവിടെ നോക്കിയാലും നമുക്ക് ഹിമാലയാസ് കാണാം. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ലോഡ്ജ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇതാ ഇവിടെ കണ്ടോ, തൊട്ട് ബാക്കിലായിട്ടൊരു കിടിലൻ ഹിമാലയൻ വ്യൂ ഉണ്ട്. യെസ്, കണ്ടില്ലേ? ഏത് മജ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇങ്ങനെ നേരെ ഇറങ്ങി വരുമ്പോൾ മുന്നിൽ ഇങ്ങനെ കഫേ കാണാം. കഫേ 44 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇതാ അടുത്തൊരു വ്യൂ. ഏതാ രസം. ഓ നോ, ഓസം ഓസം ഓസം. ഇനി അതും കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാൻ കരുതുക. വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഡിംഗ്പോച്ച ഭയങ്കര രസമുള്ളൊരു വില്ലേജാട്ടോ. മൊത്തത്തിൽ കാണാൻ തന്നെ എന്ത് രസമാണ്. ഇതാ മൂന്നാമത്തെ ഹിമാലയ പർവ്വതം ഇതാ അവിടെ. ഇതാണ് നമ്മളെ വില്ലേജിനെ കാണാൻ എന്ത് രസമല്ലേ. വല്ലാത്തൊരു അടിപൊളി വില്ലേജ്. കഴിഞ്ഞിട്ടില്ല, ഇപ്പം 3 എണ്ണങ്ങൾ കണ്ടില്ലേ? ഒന്ന് ഇവിടെ കണ്ടു, ഒന്ന് ഇവിടെ കണ്ടു, ഒന്ന് ഇവിടെയും കണ്ടു. ഇനി നമ്മൾ പിറകിലോട്ട് നോക്കാന്ന് കരുതുക. മുന്നോട്ട് പോകാനുള്ള EBC ട്രെക്കിംഗ് ട്രെയിൽ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ അവിടെ ആ വീടിൻ്റെ ബാക്കിലായിട്ട് ഇതാ അത് ഫുള്ള് ഹിമാലയാസാണ്. കണ്ട, ഇത്രയൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഡിംഗ്പോച്ച എത്തിയാൽ എന്താ ഇപ്പം വെറുത്തല്ലേ? ഭയങ്കര വെറുത്താണ്. ഞാൻ എങ്ങനെയോ എണീച്ചതാട്ടോ ഒന്ന് 6 മണി 6:30. പക്ഷെ എണീച്ചത് നല്ല കാര്യം ഉണ്ടായി. അത്രയ്ക്ക് കാണാനുണ്ട് ഇവിടെ. ഓസം. 4410 മീറ്റർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് റിയലി ഓസം.